सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावतीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। श्री गुरुभ्यो नमः। हरि ओम। ओम नमो ब्रह्मादिभ्यो ब्रह्म विद्या संवृताय कर्तृभ्यो वंश ऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वो वप्लवरहितः प्रज्ञानघनः प्रत्यगर्तो ब्रह्मैवाहमस्मि। हरि ओम। कृष्णाय वासुदेवाय देवकी नंदनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। ഗോവിന്ദായ നമോ നമഃ. എല്ലാ സാധകർക്കും വിനീത പ്രണാമം. ഇന്ന് ഗീതാ ജയന്തിയും ഗുരുവായൂർ ഏകാദശിയാണ്. എല്ലാവർക്കും അറിയാം കാര്യമൊക്കെ. എങ്കിലും എല്ലാ സാധകർക്കും വേണ്ടി പാർത്ഥസാരഥിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എന്താണോ ഭഗവാൻ അർജുനന് നിമിത്തമാക്കി നാം ആകുന്ന സാധകർക്ക് ഉപദേശിച്ചത്, ആ ഗീതാമാതാവിനെ പ്രണമിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഗീത എന്ന ഗ്രന്ഥം നമുക്ക് ഒരാവർത്തിയെങ്കിലും ഈ ജന്മത്ത് പഠിക്കാനും അറിയാനും സാധിച്ചത് ഭഗവാന്റെയും ബാദരായണ മഹർഷിയുടെ വേദവ്യാസ മഹർഷിയുടെയും എല്ലാവരുടെയും കൃപയുള്ളത് കൊണ്ടാണ്. നമ്മളെയും ഭഗവാൻ അതിൽ സെലക്ട് ചെയ്തതിന് ഇന്നത്തെ ദിവസം നമുക്കതിന് ഭഗവാനോടും വ്യാസ ഭഗവാനോടും പാർത്ഥസാരഥിയോടും അർജുനനോടും പരമാത്മാവിനോടും നമ്മൾ കൃതജ്ഞത അറിയിക്കുന്ന ദിവസമാണ് അല്ലേ. ഓരോ ജയന്തികൾ, അത് മഹാത്മാക്കളുടെ ജയന്തി ആയിക്കോട്ടെ, ഗീതാമാതാവിൻ്റെ ജയന്തി ആയിക്കോട്ടെ, എന്ത് ജയന്തി ആയിക്കോട്ടെ അല്ലെ, വ്യാസ ജയന്തി ഇത്യാദി എന്തും ആയിക്കോട്ടെ, നമ്മളെ സംബന്ധിച്ച് ജയന്തി എന്നത് ഓർമ്മപ്പെടുത്തലാണ്. അവർ ചെയ്ത നന്മകളെ ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് എന്ത് കൃതജ്ഞതയാണോ അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ അത് വാക്കിൻ്റെ രൂപത്തിലോ നാമങ്ങളുടെ രൂപത്തിലോ അല്ലെങ്കിൽ കർമ്മയോഗാദി ഏത് സാധനകളുടെ രൂപത്തിലോ നമ്മൾക്ക് അവർക്ക് തിരിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് നൽകാം. അതാണ് എത്ര യോഗേശ്വര കൃഷ്ണ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോർഭൂതിർ ധ്രുവാനീതിർ മതിർമമഃ. മതിർമമഃ അത്രമാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഒരുമിച്ച് പാരായണം ചെയ്യാം. നമുക്ക് 7 ശ്ലോകങ്ങൾ എല്ലാവരും കൂടെ ചൊല്ലണം. നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. ഒരാവർത്തിയുള്ള അഷ്ടക പഠനം. ആദിശങ്കര ഭഗവത്പാദരെയും പ്രണമിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. എല്ലാവരും കൂടെ ചൊല്ലണേ. സത്യം ജ്ഞാനമനന്തം നിത്യമനാകാശം പരമാകാശം ഗോഷ്ടപ്രാങ്കണരിംഗണലോലമനായാസം പരമായാസം. മായാകൽപ്പിതനാനാകാരമനാകാരം ഭുവനാകാരം സ്നാമാനാഥമനാഥ പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം.
ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ഓരോ ശ്ലോകം ചൊല്ലുമ്പോഴും നമ്മൾ മനസ്സിലാക്കിയ അർത്ഥങ്ങൾ മനസ്സിൽ ഭാവന ചെയ്യണം. ഒന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ ലക്ഷണങ്ങൾ അങ്ങ് മായയോടുകൂടി അവതരിച്ച് സൃഷ്ടി നടത്തി. ആ സൃഷ്ടിയുടെ ഒരു ഭാഗമാണ് ഞാനും. ഭഗവാനെ അങ്ങയുടെ മായയിൽ എന്നെ പെടുത്തരുതേ, അങ്ങ് മായാരഹിതനാണെന്ന് അറിയുവാനുള്ള അർഹത ഉണ്ടാക്കി തരണേ. അതിനായിക്കൊണ്ട് അങ്ങയെ ഗോവിന്ദൻ എന്ന നാമത്തോടുകൂടി ഞാൻ പ്രണമിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ വളരെ ചുരുക്കം. ഇനി രണ്ടാമത്തെ ശ്ലോകം എന്താണ്? ഭഗവാൻ എന്താണോ ശൈശവത്തിൽ ആടിയ ലീലകൾ അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായി മണ്ണ് തിന്നുന്ന ലീല പറയുകയാണ്. അപ്പം അത് ചൊല്ലുമ്പോഴും മനസ്സിൽ ആ ചിത്രം ഉണ്ടാകണം അല്ലേ? ഒരുമിച്ച് ചൊല്ലാം. മൃത്സ്നാമൽസീഹീതിയശോദാത്താടന ശൈശവസന്ദ്രാസം വ്യാധിതവക്ത്രാലോകിതലോക ലോകചതുർദശലോകാലിം ലോകത്രയപുരമൂലസ്തംഭം ലോകാലോകമനാലോകം ലോകേശം പരമേശം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. അടുത്ത മൂന്നാമത്തെ ശ്ലോകവും അതിലും ഭഗവാന്റെ സ്വരൂപ ലക്ഷണങ്ങൾ പറയുന്നു. അതോടൊപ്പം തന്നെ എങ്ങനെയാണോ അസുരന്മാരെ നിഗ്രഹിച്ച് ദേവതകളെ സഹായിച്ചത്, അതുപോലെ ഭഗവാനെ എൻ്റെ ഉള്ളിലെ ആസുരീ സമ്പത്തികളെ ഇല്ലാണ്ടാക്കണേ, അതിനായിക്കൊണ്ട് ഞാൻ അങ്ങയെ വീണ്ടും വീണ്ടും പ്രണമിക്കുന്നു. എനിക്കും നവനീത എങ്ങനെയാണോ അങ്ങ് ആഹാരമാക്കിയത് അതുപോലെ എൻ്റെ ഉള്ളിലും നവനീത ഭാവത്തെ, സത്വഗുണത്തെ അങ്ങ് പ്രദാനം ചെയ്യണേ, അതിനായിക്കൊണ്ട് ഞാൻ പ്രണമിക്കുന്നു. അപ്പോൾ ആ ഭാവത്തോടു കൂടി നമുക്ക് ചൊല്ലാം. ത്രൈവിഷ്ടപരിപുവീരഘ്നം ക്ഷിധിഭാരഘ്നം ഭവരോഗഘ്നം കൈവല്യം നവനീതാഹാരം അനാഹാരം ഭുവനാഹാരം വൈമല്യസ്ഫുടചേതോ വൃത്തിവിശേഷാഭാസമനാഭാസം ശൈവം കേവലശാന്ത പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. അടുത്ത നാലാമത്തെ ശ്ലോകം എന്താണ് നമ്മൾ കണ്ടത്? ഭഗവാനെ അങ്ങ് സർവ ജീവരാശികൾക്കും നാഥനായി അവർക്ക് സംരക്ഷകനായി ഗോവിന്ദൻ എന്ന രൂപത്തിൽ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു എന്ന ഭാവം ഒന്നാമത്തെ പാദത്തിൽ. അതിനുശേഷം ഭഗവാന്റെ അവതാര ലീലകൾ പറയുന്നു. എങ്ങനെയാണോ ഭഗവാൻ ഈ ഗോവർദ്ധനത്തിനെ അല്ലേ, ഇന്ദ്രൻ്റെ ആ കഥാസന്ദർഭമാണ് ഇവിടെ പറയണത്. ആ ഇന്ദ്രൻ്റെ അഹങ്കാരത്തെ നശിപ്പിച്ചത് അങ്ങയെ ആശ്രയിച്ച ആളുകൾക്ക് അഭയം നൽകിയ ഗോവർദ്ധനം എന്ന രൂപത്തിൽ, ഗോവർദ്ധനധാരി എന്ന രൂപത്തിൽ അഭയം നൽകിയത്. അതുപോലെ എനിക്കും എൻ്റെ സാധനയിൽ ഉണ്ടാകുന്ന വിഘ്നങ്ങൾ മാറ്റി എനിക്കും അഭയം നൽകണേ എന്നുള്ള ഭാവമാണ് നാലാമത്തെ ശ്ലോകത്തിൻ്റെ കാതൽ. ആ ഭാവത്തോടു കൂടി നമുക്ക് ചൊല്ലാം. ഭഗവാനെ ഞാൻ അങ്ങയെ പ്രണമിക്കുന്നു. ഇപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ആ പ്രണാമം നടത്തണം, വെറുതെ ചൊല്ലലല്ല. നമ്മളെ സംബന്ധിച്ച് ഓരോ പദത്തിലും നമ്മൾ സാഷ്ടാംഗം പ്രണമിക്കണം. ഗോപാലം ഭൂലീലാ വിഗ്രഹ ഗോപാലം കുലഗോപാലം
गोभीघेलन गोवर्धन धृति लीलालालित गोपालं गोभिर्निगदित गोविन्द स्फुटनामानं बहुनामानं गोपी गोचरदूरं प्रणमद गोविन्दं परमानन्दं गोविन्दं परमानन्दं भज गोविन्दं परमानन्दं गोविन्दं परमानन्द ഭജ ഗോവിന്ദം പരമാനന്ദം. അടുത്ത 5-ാമത്തെ ശ്ലോകത്തിൻ്റെ കാതൽ എന്തായിരുന്നു? എങ്ങനെയാണോ ഭഗവാനെ സദാ നനച്ചുകൊണ്ടിരിക്കുന്ന ഗോപികൾക്ക് അവരുടെ സാധനയ്ക്ക് അല്ലെങ്കിൽ ഭഗവാനെ പ്രാപിക്കുവാനായി വിഘ്നമായി നിന്ന അവരുടെ ശരീരബോധത്തെ ഇല്ലാണ്ടാക്കുവാനായി അങ്ങ് വസ്ത്രാപഹരണം എന്ന ലീലയാടിയതും ഭഗവാനെ അതിലും കൂടുതൽ ശരീരബോധം എനിക്കുണ്ട് അല്ലേ? അപ്പോൾ ഈ ലീലകൾ സ്മരിക്കുന്നത് അല്ലെ ഈ ലീലകൾ ഓർത്തുകൊണ്ട് അങ്ങയെ പ്രണമിക്കുന്നത് എൻ്റെ ഉള്ളിലെയും ഈ ശരീരബോധം എന്ന് വെച്ചാൽ എന്താണ്? എൻ്റേത് മാത്രം അല്ലെ, എനിക്ക് സുഖം, എൻ്റെ ദുഃഖം ഇത്യാദികൾ. ആ ഭാവത്തെ ഭഗവാനെ ഞാൻ അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ പ്രണാമം ഗോവിന്ദ അങ്ങ് സ്വീകരിക്കണേ. എന്നിട്ട് ഗോപികളെ എങ്ങനെയാണോ രക്ഷിച്ചത് അതേപോലെ അങ്ങും എന്നെ സംരക്ഷിക്കണേ എന്നുള്ള ഭാവം. എനിക്ക് ശ്രദ്ധയും ഭക്തിയുടെയും കുറവുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കുറവ് വരുന്നത്? എൻ്റെ എന്നുള്ള ഈ 2 പദം അല്ലേ, എൻ്റെ ഈ മമ എന്നുള്ള ഈ 2 പദങ്ങൾ എനിക്ക് ശ്രദ്ധയുടെ കുറവ് വരുത്തുന്നു, ഭക്തിയുടെ കുറവ് വരുത്തുന്നു. അപ്പോൾ ഈ മമത മാറ്റിക്കൊണ്ട് ശ്രദ്ധാഭക്തി നൽകണേ, അതിനായിക്കൊണ്ട് ഞാൻ അങ്ങയെ ആശ്രയിക്കുന്നു. ആ ആശ്രയ ബുദ്ധിത്വം ഭഗവത്പാദർ പറഞ്ഞു തരുന്നതായിരുന്നു 5-ാമത്തെ ശ്ലോകം. നമുക്കും ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കാം. എങ്ങനെയാണോ ഗോപികൾ ആശ്രയിച്ചത് അവരുടെ വസ്ത്രം പോയപ്പോൾ, അതുപോലെ എനിക്ക് എൻ്റെ അഹങ്കാരത്തെ പോക്കിത്തരണേ എന്നുള്ള ഭാവത്തോടു കൂടി നമുക്കും ആശ്രയിക്കാം. ഗോപി മണ്ഡല ഇതായിരുന്നല്ലേ വസ്ത്രാപഹരണം, അതിന് ശേഷമാണ് മാറിപ്പോയി ശ്ലോകം നമ്പർ. 5-ാമത്തെ ശ്ലോകം രാസമഹോത്സവമായിരുന്നു, ക്ഷമിക്കുക. വസ്ത്രാപഹരണം അതിൻ്റെ തൊട്ടടുത്ത ശ്ലോകം 6-ാമത്തെ ശ്ലോകമാണ്, ക്ഷമിക്കുക. 5-ാമത്തെ ശ്ലോകം ഗോപികളോടൊപ്പം രാസല അവർക്കും ഉണ്ടായിരുന്നു. ഇവിടെയും മമത തന്നെയാണ്. കാരണം എന്താ? ഭഗവാൻ എന്നോടൊപ്പം കളിക്കണം, എൻ്റെ മാത്രമാണ് ഭഗവാൻ, എൻ്റെയാണ്, ഞാനാണ് ഉത്തമ ഭക്തൻ അല്ലെങ്കിൽ ഉത്തമ ഭക്ത. ഈ ഭാവം രണ്ടിലും 5-ാമത്തെ ശ്ലോകം ആയിക്കോട്ടെ 6-ാമത്തെ ശ്ലോകം ആയിക്കോട്ടെ ഇതിൽ എൻ്റെ എന്നുള്ള ഭാവത്തെയാണ് ആചാര്യസ്വാമികൾ ഈ ലീലകളിലൂടെ അല്ലെങ്കിൽ ഭഗവാൻ ആടിയ ഈ സന്ദർഭങ്ങളിലൂടെ നമ്മളെ ഓർമ്മിപ്പിച്ച് തരുന്നത്. നമുക്ക് ഒരുമിച്ച് ചൊല്ലാം, 5ഉം 6ഉം ഒരുമിച്ച് ചൊല്ലാം, കാരണം അത് രണ്ടിൻ്റെയും ഉദ്ദേശം നമ്മൾ കണ്ടു. ഗോപീമണ്ഡല ഗോഷ്ഠീ ഭേദം ഭേദാവസ്തമഭേദാഭം ശശ്യത് ഗോഘുര നിർധൂതോദ്ഗത ദുളീദൂസര സൗഭാഗ്യം ശ്രദ്ധാ ഭക്തി ഗൃഹീതാനന്ദമചിന്യം ചിന്തിത സദ്ഭാവം ചിന്താമണിമഹിമാനം പ്രണമദ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദ ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദ ഭജ ഗോവിന്ദം പരമാനന്ദം സ്നാനവ്യാകുലയോഷിത് വസ്ത്രമുപായാദാഗം ഉപാരൂഢം വ്യാധിസ്യന്തിരദദിഗ്വസ്ത്ര ഉപായാതുമുപാകർഷന്തം. ഒന്നുകൂടെ. സ്നാനവ്യാകുലയോഷിത് വസ്ത്രം ഉപാദായാഗമുപാരൂഢം
വ്യാധിസ്യന്തിരഥദിക്വസ്ത്ര ഉപായാതുമുപാകർഷന്തം നിർദൂതദ്വയശോകവിമോഹം ബുദ്ധം ബുദ്ധേരന്തസ്തം സത്താമാത്രശരീരം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദ ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദ ഭജ ഗോവിന്ദം പരമാനന്ദം. ഏഴാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ആടിയ ആ കാളിയ നടനം എന്ന ഉദാഹരണമാണ് ആചാര്യസ്വാമികൾ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. എന്തിനു വേണ്ടി ഓർമ്മിപ്പിക്കുന്നു? നമ്മുടെ ഉള്ളിലെയും ചെറുതും വലുതുമായ കാളിയന്മാരെ ഭഗവാനെ അങ്ങ് എൻ്റെ ഹൃദയത്തിലും ആനന്ദ നൃത്തം ചെയ്തുകൊണ്ട് എൻ്റെ ഈ പ്രണാമത്തെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാനെ അങ്ങ് എൻ്റെ ഹൃദയത്തിലും ആനന്ദ നടനം ആടാൻ വരണേ. അതിനായിക്കൊണ്ട് ആ ക്ഷണക്കത്താണിത് അല്ലേ? പ്രണാമം എന്ന ക്ഷണക്കത്ത് കൊടുത്തുകൊണ്ട് ഭഗവാനെ നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുകയാണ് അല്ലേ? ഇപ്പോൾ ഈ നമ്മൾ ഇൻവിറ്റേഷനൊക്കെ കൊടുക്കില്ലേ? ഇപ്പോഴത്തെ കാലത്ത് ഇൻവിറ്റേഷനൊന്നും ഇല്ലെങ്കിൽ ആരും പോവില്ല അല്ലേ? അത് ഇൻവിറ്റേഷൻ ഇല്ലെങ്കിൽ അവിടെ കയറ്റുകയില്ല. അങ്ങനത്തെ കാലഘട്ടമാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ഇൻവിറ്റേഷനാണ് കൊടുക്കുന്നത്? പ്രണാമം എന്നത്. ഭഗവാനെ പ്രണാമം സ്വീകരിച്ചുകൊണ്ട് അങ്ങ് വരണേ. എങ്ങനെയാണോ കാളിന്തി ഗധ അല്ലെ, കാളിന്തി നദിയുടെ തീരത്ത് വസിച്ച ഭഗവാന്റെ ഭക്തന്മാരെ അല്ലെങ്കിൽ ആശ്രിതരെ ഭഗവാൻ എങ്ങനെയാണോ സംരക്ഷിച്ചത് അതുപോലെ എന്നെ സംരക്ഷിക്കണേ. ഇപ്പോൾ ഏഴാമത്തെ ശ്ലോകത്തിൻ്റെ ചുരുക്കം ഇത്ര മാത്രമേ ഉള്ളൂ. ആശ്രയ ബുദ്ധി വർധന എന്ന് വെച്ചാൽ വളർത്തുക, അതിനെ വളർത്തിയെടുക്കണേ. അത് ഓർമ്മിപ്പിക്കുകയായിരുന്നു ആചാര്യസ്വാമികൾ അല്ലേ? പിന്നെ ഭഗവാന്റെ ലക്ഷണങ്ങൾ, ഒരുപാട് ലക്ഷണം. അങ്ങ് എന്താ പറയുക, അത്യന്ത സുന്ദരനാണ്, അങ്ങ് ആദിയില്ലാത്തവനാണ്, അന്തമില്ലാത്ത അല്ലെ ബുദ്ധനാണ്, ഇത്യാദി ഇത്യാദി ഒരുപാട് ലക്ഷണങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ആ ലക്ഷണങ്ങൾ. എല്ലാ ശ്ലോകത്തിലും സ്വരൂപ ലക്ഷണവും അല്ലെ അവതാര ലക്ഷണങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ ശ്ലോകത്തിൻ്റെയും താല്പര്യം ഓരോ അവതാരങ്ങളിലും ഓർമ്മപ്പെടുത്തലാണ്. ആ അവതാരത്തിലൂടെ ഭഗവാൻ എങ്ങനെയാണ് തൻ്റെ ഭക്തരെ അല്ലെ ആശ്രിതരെ സംരക്ഷിച്ചത് എന്ന് ഓർമ്മപ്പെടുത്തലാണ്. ഏഴാമത്തെ ശ്ലോകം നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദ ഭജ ഗോവിന്ദം പരമാനന്ദം കാന്തം കാരണകാരണമാധിമനാദിം കാലമനാഭാസം കാളിന്ദീ ഗദ കാളിയ ശിരസി സുനൃത്യന്തം മുഹുരത്യന്തം കാലം കാലകലാതീതം കലിതാശേഷം കലിദോഷക്നം കാലത്രയഗതിഹേതും പ്രണമത ഗോവിന്ദം പരമാനന്ദം കാന്തം കാരണകാരണമാധിമനാദിം കാലമനാഭാസം കാളിന്ദീ ഗദ കാളിയ ശിരസി സുനൃത്യന്ത മുഹുരത്യന്തം കാലം കാലകലാതീത കലിതാശേഷം കലിദോഷക്നം കാലത്രയഗതിഹേതും പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദ ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദ ഭജ ഗോവിന്ദം പരമാനന്ദം. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ഇതുവരെ ഇപ്പോൾ എല്ലാവരും ഒരേപോലെ യാത്ര ചെയ്യുന്നുണ്ട്, ഭഗവാനെ ആശ്രയിക്കുന്നുണ്ടെന്ന് അല്ലെ ആശ്രയബുദ്ധി വളർത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന് സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. എട്ടാമത്തെ ശ്ലോകം. വൃന്ദാവന ഭുവി
വൃന്ദാരഗണ വൃന്ദ ആരാധിത വന്ദ്യായ. ഇങ്ങനെയാണ് ഒന്നാമത്തെ. അത് ഒന്നാമത്തെ ലക്ഷണമാണ്. നമ്മൾ ഓരോ പോയിൻ്റായിട്ട് പഠിച്ചിരുന്നല്ലോ. അപ്പോൾ അതിൽ ഒന്നാമത്തെ പ്രണാമം, സമർപ്പണം അല്ലെ നമസ്കാരം, ഒന്നാം പാദം മുഴുവനാണ്. വൃന്ദാവന ഭുവി വൃന്ദാരഗണ വൃന്ദ ആരാധിത വന്ദ്യായ പ്രണമത ഗോവിന്ദം. എനിക്ക് പരമാനന്ദത്തെ നൽകണേ ഭഗവാനെ. രണ്ടാമത്തെ പ്രണാമം കുന്ദാഭാമല മന്ദസ്മേര സുധാനന്ദം. അവിടെ വരെ രണ്ടാമത്തെ ലക്ഷണം. ഒന്നുകൂടെ പറയാം. കുന്ദാഭാമല മന്ദസ്മേര സുധാനന്ദം പ്രണമത ഗോവിന്ദം. അത് രണ്ടാമത്തെ ലക്ഷണം. മൂന്നാമത്തെ ലക്ഷണം സുഹൃദാനന്ദം പ്രണമത ഗോവിന്ദം. സുഹൃദാനന്ദം പ്രണമത ഗോവിന്ദം. നാലാമത്തെ ലക്ഷണം വന്ദ്യാശേഷ മഹാമുനി മാനസ വന്ദ്യാനന്ദ പദധ്വന്തം പ്രണമത ഗോവിന്ദം. മൂന്നാം പാദം മുഴുവൻ. ഓരോ പാദങ്ങൾ അറിയാലോ അല്ലേ? 4 പാദത്തിൽ മൂന്നാമത്തെ പാദം. വന്ദ്യാശേഷ മഹാമുനി മാനസ വന്ദ്യാനന്ദ പദധ്വന്തം പ്രണമത ഗോവിന്ദം. അടുത്ത അവസാനത്തെ ലക്ഷണം, അഞ്ചാമത്തെ ലക്ഷണം വന്ദ്യാശേഷ ഗുണാബ്ധിം പ്രണമത ഗോവിന്ദം. അല്ലേ? അഞ്ചാമത്തെ ലക്ഷണം അല്ലേ? ഒന്നുകൂടെ പറയാം. വൃന്ദാവന ഭുവി വൃന്ദാരഗണ വൃന്ദ ആരാധിത വന്ദ്യായ പ്രണമത ഗോവിന്ദം. രണ്ടാമത്തെ ലക്ഷണം കുന്ദാഭാമല മന്ദസ്മേര സുധാനന്ദം പ്രണമത ഗോവിന്ദം. സുഹൃദാനന്ദം പ്രണമത ഗോവിന്ദം. വന്ദ്യാശേഷ മഹാമുനി മാനസ വന്ദ്യാനന്ദ പദധ്വന്തം പ്രണമത ഗോവിന്ദം. അഞ്ചാമത്തെ ലക്ഷണം വന്ദ്യാശേഷ ഗുണാബ്ധിം പ്രണമത ഗോവിന്ദം. ഇവിടെ 5 നമസ്കാരങ്ങളാണ് ഭഗവാൻ പറയുന്നത്. നമുക്കൊന്ന് ചൊല്ലാം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. വൃന്ദാവന ഭുവി വൃന്ദാരഗണ വൃന്ദാരാധിത വന്ദ്യായാം. വൃന്ദാവന ഭുവി വൃന്ദാരഗണ വൃന്ദാരാധിത വന്ദ്യായാം. ആ സൈലൻ്റാണ്. സന്ധി വരുമ്പോൾ വൃന്ദ ആരാധിത, ആ സൈലൻ്റായിട്ട് വൃന്ദാരാധിത. സവർണ ദീർഘസന്ധി എന്ന് പറയും. വ്യാകരണം പഠിക്കുന്നവർ, സംസ്കൃതം താല്പര്യമുള്ളവർക്ക് വേണ്ടി പറയുകയാണ്. സന്ധിക്ക് പറയുന്ന പേരാണ് സവർണ ദീർഘസന്ധി. ദീർഘം വരുമ്പം അവിടെ ലോപസന്ധി ഉപയോഗിക്കുന്നത്. വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. ജസ്റ്റ് ഇതൊക്കെ കേൾക്കുക, ഇതൊക്കെ സംസ്കാരമായി മാറും അല്ലേ? ശ്രവണശുദ്ധി മാത്രം മതി. ഓക്കെ. വൃന്ദാവന ഭുവി വൃന്ദാരഗണ വൃന്ദാരാധിത. വൃന്ദാവന ഭുവി വൃന്ദാരഗണ വൃന്ദാരാധിത വന്ദ്യായാം. കുന്ദാഭാമല മന്ദസ്മേര സുധാനന്ദം സുഹൃദാനന്ദം. വന്ദ്യാശേഷ മഹാമുനി മാനസ വന്ദ്യാനന്ദ പദധ്വന്തം. വന്ദ്യാശേഷ മഹാമുനി മാനസ വന്ദ്യാനന്ദ പദധ്വന്തം. വന്ദ്യാശേഷ ഗുണാബ്ധിം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ആചാര്യസ്വാമികൾ പറയുകയാണ്,
അല്ലയോ ഭഗവാനെ, ഞാൻ അങ്ങയെ പ്രണമിക്കുന്നു. ഏത് ഭാവത്തിൽ പ്രണമിക്കുന്നു? ഒന്നാമത്തെ പ്രണാമം വൃന്ദാവന ഭുവി. വൃന്ദാവനം എന്ന ഭുവി, ഭുവി എന്ന് വെച്ചാൽ ഭൂമിയിൽ, വൃന്ദാവനം എന്ന ഭൂമിയിൽ അല്ലെങ്കിൽ ആ സ്ഥലത്ത് അല്ല. ഭൂമി എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന മുഴത്തിനെ അല്ല പറയുന്നത്, വൃന്ദാവനം എന്ന ഭൂമി. ഇപ്പം നമ്മൾ പറയില്ല കേരള ഭൂമി, പശ്ചിമ ഭൂമി, ഉത്തരഭൂമി ഇത്യാദികൾ പറയില്ല, അതുപോലെ തന്നെ ഇവിടെ ഭുവി എന്ന് വെച്ചാൽ ഭൂമിയിൽ, വൃന്ദാവനം എന്ന ആ ഭൂമിയിൽ, സ്ഥലത്ത്. വൃന്ദാരക ഗണ, ഗണം എന്ന് വെച്ചാൽ കൂട്ടം അല്ലേ. ഗണം എന്ന വാക്കിൻ്റെ ഈ സന്ദർഭത്തിൽ പല അർത്ഥങ്ങളുണ്ട്. ഗണങ്ങൾ, ഭഗവാന്റെ ഗണങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഇവിടെ ഗണം എന്ന വാക്കിൻ്റെ അർത്ഥം കൂട്ടം, ഗ്രൂപ്പ് ഓഫ് എന്ന് പറയില്ലേ, അത്. വൃന്ദാരക ഗണം എന്ന് വെച്ചാൽ എന്താണ്? ദേവന്മാരുടെ കൂട്ടം. വൃന്ദാരക ഗണം എന്ന് വെച്ചാൽ, വൃന്ദാരകന്മാരെന്ന് വെച്ചാൽ ദേവന്റെ പര്യായമാണ്, ദേവതകളുടെ പര്യായമാണ് വൃന്ദാരകർ. സംസ്കൃതത്തിൽ പറഞ്ഞ വൃന്ദാരക എന്ന് വെച്ചാൽ ദേവതകൾ, മലയാളത്തിൽ പറഞ്ഞ വൃന്ദാരകന്മാർ. അതാണ് വൃന്ദാരക ഗണം എന്ന് വെച്ചാൽ ഇപ്പം എന്താണ്? ദേവന്മാരുടെ കൂട്ടം, അതായത് ദേവതകൾ മുഴുവൻ, ദേവതാ സമൂഹം, അതാണ് വൃന്ദാരക ഗണം. ദേവതാ സമൂഹം മുഴുവൻ, എത്ര ദേവതകളുണ്ടോ അത് 33 കോടിയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ അതിൽ കുറവോ, നമ്മളെ സംബന്ധിച്ച് നമ്പറൊന്നും ഒരു പ്രശ്നമേ അല്ല. എത്ര ദേവതകളുണ്ടോ അത്രയും ദേവതകൾ, അവരുടെ എല്ലാവരും, അതിലൊരാളും കൂടുതലുമില്ല കുറവുമില്ല, അവരെല്ലാവരും എന്താണ്? അല്ലയോ ഭഗവാനെ, അങ്ങ് വൃന്ദാവനം എന്ന ഭൂമിയിൽ അങ്ങ് ലീലയാടാനായി വന്നപ്പോൾ, അല്ലെങ്കിൽ അങ്ങ് ശരീരമെടുത്ത് അവിടെ ചെലവഴിച്ച കാലഘട്ടങ്ങളിൽ അല്ലേ. വൃന്ദാവനത്തിൽ എത്രയായിരുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഭഗവാൻ വൃന്ദാവനത്തിൽ നന്ദഗോപരുടെയും യശോദാമാതാവിൻ്റെയും കൂടെ അല്ലെ ഗോപികളോടൊപ്പം അവിടെ ഭഗവാൻ അവതരിച്ചപ്പോൾ ആ സമയത്ത് എന്താണ്? ദേവന്മാരവിടെ വന്നിട്ട്, വൃന്ദാരക ഗണങ്ങൾ മുഴുവൻ വന്നിട്ട് എന്ത് ചെയ്തു? വൃന്ദ ആരാധിത വന്ദ്യായാം. ഈ വൃന്ദന്മാർ എന്ന് വെച്ചാൽ ദേവതകൾ എന്ത് ചെയ്തു? ആരാധന ചെയ്തു. അവർ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഭഗവാനെ ദേവതകൾ പോലും ദേവതാലോകത്ത് നിന്ന് ഇറങ്ങി വന്ന് ഭഗവാൻ കൊച്ചുകുട്ടിയായി ലീലയാടിയപ്പോൾ വൃന്ദാവനത്തിൽ അവരെല്ലാവരും വന്ന്, ഒരാൾ പോലും മാറി നിന്നില്ല, അവരെല്ലാവരും വന്ന് അങ്ങേ ഈ ദേവഭൂമിയിൽ ആരാധിച്ചു അല്ലേ. വൃന്ദ ആരാധ വന്ദ്യായാം, വന്ദ്യായ എന്ന അയം വന്ദ്യ, അവർ വന്ദിച്ചല്ലോ ഭഗവാനെ. അപ്പം അവർ ദേവതകൾ പൊതുവെ അവർക്ക് ആവശ്യമുള്ളപ്പോഴാണ് അല്ലേ. പല കഥകളും എടുത്തു നോക്കിയോ പുരാണങ്ങളിൽ, അവരെന്താണ്? ഗർവത്തിൻ്റെ പ്രതീകങ്ങളാണ്. ദേവതകളായിക്കോട്ടെ അസുരന്മാരായിക്കോട്ടെ. നമ്മൾ വിചാരിക്കുമോ ദേവഗണം നല്ലതാണെന്ന്? അങ്ങനെയൊന്നുമില്ല. അവർ വളരെ വളരെ ഗർവമുള്ളവരാണ്. അപ്പം അവർ പോലും എന്താണ്? അവരുടെ ഗർവത്തെ മാറ്റുവാനായി അങ്ങ് പല ലീലകളും ആടി, അതൊക്കെ ശരി തന്നെ. എന്നിട്ട് അവരെന്താണ്? ആ ഗർവം അടക്കിക്കൊണ്ട് അവർ ഭൂലോകത്ത് വൃന്ദാവനം എന്ന ഈ ഭൂമിയിൽ വന്ന് അവരും വന്ദിച്ചു. അപ്പോൾ ഞാൻ ദേവതകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ ആരുമല്ല, ഒരു അണുവാണ്. ആ ഞാനും എൻ്റെ ഗർവത്തെ അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് വന്ദ്യായാം, അയം വന്ദ്യ, അയം എന്ന് വെച്ചാൽ ഞാൻ, അഹം എന്നുള്ള വാക്കിന് മറ്റൊരു പര്യായമാണ് അയം. അഹം വന്ദ്യ, ഞാൻ അങ്ങ്. വന്ദ്യ എന്ന് വെച്ചാൽ വന്ദിക്കുന്നു, പ്രസൻറ്റ് കണ്ടിന്യൂസ്, വന്ദിച്ചുകൊണ്ടേയിരിക്കും. ഞാനും അങ്ങയെ വന്ദിക്കുന്നു, വന്ദിക്കുക ചെയ്യും, അതാണ് വന്ദ്യായാം എന്ന വാക്ക്. അപ്പം ആ ഭാവം നമ്മുടെ മനസ്സിലും വരണം അല്ലേ. എങ്ങനെയാണോ ദേവതകൾ അവരുടെ ഗർവം അടക്കിക്കൊണ്ട് അങ്ങ് ലീലയാടിയ ഭൂമിയിൽ വന്ന് അങ്ങയെ നമസ്കരിച്ചത്, അതുപോലെ തന്നെ ഞാനും എൻ്റെ ഗർവത്തെ ഇല്ലാണ്ടാക്കി. ഗർവം എന്ന് വെച്ചാൽ അഹങ്കാരം. എന്തൊക്കെയാണോ ഈഗോ നമുക്കുള്ളത്, ഞാനൊന്നുമല്ല എന്നുള്ള ഭാവം വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് ഈ ഉദാഹരണം പറഞ്ഞത് ആചാര്യസ്വാമികൾ. വൃന്ദാവന ഭുവി വൃന്ദാരഗണ വൃന്ദാരാധിത വന്ദ്യായാം. ഞാനും അങ്ങെ വന്ദിക്കുന്നു. എൻ്റെ ഈ വന്ദനം സ്വീകരിച്ചുകൊണ്ട്
ഗോവിന്ദ പരമാനന്ദത്തെ നൽകിയാലും. അടുത്തത് ഭഗവാന്റെ അടുത്ത സ്വരൂപ ലക്ഷണം പറയാണ്, ഭഗവാൻ എങ്ങനെയാണെന്ന്. കുന്ദാഭാമല. കുന്ദാഭാമല എന്ന് വെച്ചാൽ മുല്ലപ്പൂവിൻ്റെ, കുന്ദാഭം എന്ന് വെച്ചാൽ മുല്ലപ്പൂവിൻ്റെ സംസ്കൃത പദമാണ് കുന്ദാഭം. മുല്ലപ്പൂവിൻ്റെ ഗുണം എന്താണ്? മുല്ലപ്പൂവിൻ്റെ ഒന്ന് വളരെ സുഗന്ധം. മുല്ലപ്പൂ എവിടെയുണ്ടോ ആ പ്രദേശം മുഴുവൻ അവർ സുഗന്ധമാക്കും. മറ്റൊരു ഗുണം എന്താണ്? ഇതിൻ്റെ കളർ എന്താണ്? മുല്ലയുടെ കളറ് സഫേദ്, ശുക്ലനിറം അല്ലേ. ശുക്ലവർണ്ണത്തിൻ്റെ പ്രത്യേകത എന്താണ്? സത്വഗുണപ്രധാനം അല്ലേ. നമ്മൾ ബ്രഹ്മചാരിയാകാൻ നമ്മൾ പോകില്ല, ആശ്രമത്തിൽ ചേരുമ്പോൾ ആദ്യം നമുക്ക് ഗുരുനാഥൻ തരുന്ന വസ്ത്രം ശുഭ്രവസ്ത്രമാണ് അല്ലെ, ശുക്ലവർണ്ണമാണ്. എന്തിനു വേണ്ടി? അത് നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ മനസ്സിൻ്റെ ഈ തമോ രജോ ഗുണങ്ങളെ കുറയ്ക്കുവാനുള്ള കഴിവുണ്ട്. അതിനു വേണ്ടിയാണ് ഈ ട്രെയിനിങ് പീരീഡ് മുഴുവൻ നമുക്ക് ശുഭ്രവസ്ത്രം തരുന്നത്. അതിനുള്ള കഴിവുണ്ട് അതിന്. അപ്പോൾ ഇവിടെ ആ ഉദാഹരണമാണ് മുല്ലപ്പൂവിൻ്റെ രണ്ട് ഗുണങ്ങൾ. ഒന്നെന്താണ്? സൗഗന്ധികമാണ്, മറ്റൊന്ന് സത്വഗുണപ്രധാനിയാണ് അല്ലേ. ഇത് അങ്ങയുടെ സ്വരൂപം ഇതാണ്. ഭഗവാൻ എവിടെയുണ്ടോ ആ പ്രദേശം മുഴുവൻ പിന്നെ എന്താണ്? സൗഗന്ധം മാത്രമേ ഉള്ളൂ. ഈ ലോകം മുഴുവൻ സൗഗന്ധം തന്നെയാണ്. നമ്മളാണ് അതിനെ മലിനമാക്കുന്നത്. നമ്മുടെ അജ്ഞാനം കൊണ്ട്, നമ്മുടെ അഹങ്കാരം കൊണ്ട്, നമ്മുടെ തമോ രജോ ഗുണങ്ങൾ കൊണ്ട് നമ്മൾ സൗഗന്ധത്തിൻ്റെ മേളിൽ പൂശുന്നതാണ് ബാക്കിയുള്ള കളറുകൾ. അപ്പോൾ ഭഗവാനെ അങ്ങ് എവിടെയുണ്ടോ, ഭഗവാന്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ എന്താണ്? അവിടെ ഓട്ടോമാറ്റിക്കലി ആ പ്രദേശം മുഴുവൻ സത്വഗുണ പ്രധാനമാകും. ആ പ്രദേശം മുഴുവൻ സൗഗന്ധമാകും. സൗഗന്ധമാകുക എന്ന് വെച്ചാൽ നല്ല മണം വരുമെന്നല്ല അർത്ഥം. അവിടെ ആനന്ദമുണ്ടാകും. ഭഗവാന്റെ സാന്നിധ്യമുള്ളിടത്ത് ദുഃഖമില്ല. അതാണ് സൗഗന്ധം എന്നതുകൊണ്ട്. അല്ലാണ്ട് അയ്യോ എനിക്ക് മുല്ലപ്പൂവിൻ്റെ വാസന കിട്ടുന്നില്ല, അതല്ല. അത് ലിറ്ററലി പറയുന്നത്. പക്ഷെ ഇവിടെ ആചാര്യസ്വാമികൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഭഗവാനെ അങ്ങയുടെ സാന്നിധ്യം ഞാൻ എൻ്റെ ഇന്ദ്രിയം കൊണ്ട് അറിയണേ. എങ്ങനെ? എന്നിലും ആ ആനന്ദം നൽകിക്കൊണ്ട്. അതാണ് കുന്ദാഭാമല മന്ദസ്മേരം. ഭഗവാന്റെ ചിരിയെ വർണ്ണിക്കുകയാണ്. ഒരുപാട് കവികൾ, കാളിദാസൻ മുതൽ ഇപ്പോൾ ഉള്ള പ്രഭാവർമ്മയുണ്ടല്ലോ, പുതിയ ആധുനിക എഴുത്തുകാരൻ, അദ്ദേഹവും കൃഷ്ണനെക്കുറിച്ചൊരു കവിത എഴുതിയിട്ട് അവർ വരെ ആ കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെ പറയുകയാണ്. അവർ വരെ എന്താണ്? ഭഗവാനെ വർണ്ണിച്ചതേ ഉള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ വർണ്ണന കൊടുക്കുന്നത് ഭഗവാന്റെ മന്ദസ്മേരത്തിനാണ്. മന്ദസ്മേരം എന്താണ്? ചിരി അല്ലേ. അല്ലയോ ഭഗവാനെ അങ്ങയുടെ ചിരി എന്താണ്? മുല്ലമുട്ടിൻ്റെ ശോഭ പോലെ, മുല്ലപ്പൂവിൻ്റെ. നമ്മൾ കവികളൊക്കെ വർണ്ണിക്കാറുണ്ടോ? നിങ്ങളുടെ പല്ല് കണ്ടോ? മുല്ലപ്പൂവിൻ്റെ ചിരിയാണെന്ന് അല്ലേ. കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. നമ്മുടെ ഓരോരുത്തരുടെയും പല്ലിൻ്റെ അവസ്ഥ നമുക്ക് അറിയുള്ളൂ. കുന്ദാഭാമല ഭഗവാന്റെ ആ ചിരിയെ പ്രശംസിക്കുകയാണ്. മുല്ലപ്പൂവിൻ്റെ ശോഭയോടുകൂടി ഉള്ള അങ്ങയുടെ മന്ദസ്മേരം, അത് എനിക്ക് മനസ്സിൽ ഭാവന ചെയ്യാൻ സാധിക്കണേ. ഈ മുല്ലപ്പൂവിനോട് ഉപമിച്ചുകൊണ്ട് ഞാൻ അങ്ങയുടെ ചിരിയെ ഭാവന ചെയ്താൽ എനിക്ക് എന്താണ് ഗുണം? അല്ലയോ ഭഗവാനെ, മുല്ലപ്പൂവിൻ്റെ ആ ഗുണങ്ങൾ, സൗഗന്ധമെന്ന ഗുണം, പിന്നെ സത്വഗുണമെന്ന ഗുണം, സത്വപ്രധാനമെന്ന ഗുണം, ഇത് രണ്ടും ഭഗവാനെ എനിക്ക് അങ്ങ് നൽകണേ എന്നുള്ള പ്രാർത്ഥനയാണ്. സുധാനന്ദം, ഇത് നിർമ്മലമായ ആനന്ദമാണ്. ഇതിൽ കൂടുതലൊരു ആനന്ദം ഇല്ല കിട്ടാൻ അല്ലേ. ഭഗവാന്റെ ചിരി കാണാൻ പറ്റിയാൽ കൂടുതൽ നമുക്ക് വേറൊന്നും പ്രപഞ്ചത്തിൽ ആവശ്യമില്ല അല്ലേ. നമ്മൾ പറയില്ല അൺകമ്പയറബിൾ, ഒന്നുമായിട്ടും താരതമ്യം പെടുത്താൻ പറ്റുന്നതല്ല ആ ചിരി. അതെനിക്ക് ഉള്ളിൽ നിറച്ചു തരണേ. സുധാനന്ദം. സുധാനന്ദം എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് ഹാപ്പിനെസ്. അതിൽ കൂടുതലൊരു സന്തോഷം എനിക്ക് വേണ്ട. ആ ആനന്ദത്തെ അതാണ് സുധാനന്ദം.
ആ ആനന്ദത്തെ, അൺലിമിറ്റഡ് ഹാപ്പിനെസ് അതെനിക്ക് തരണേ. ഞാൻ അനുഭവിക്കുന്നത് സന്തോഷങ്ങളൊക്കെ താൽക്കാലികമാണ് അല്ലേ. ചായ കുടിക്കുമ്പോൾ ഒരു സന്തോഷം അല്ലേ, അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ ഒരു സന്തോഷം അല്ലേ, അത് കഴിഞ്ഞാൽ അത് പോയി. പക്ഷേ ഭഗവാനെ എനിക്കതല്ല വേണ്ടത്, ഇതാണ് വേണ്ടത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതിനായിക്കൊണ്ട് സുധാനന്ദത്തെ നൽകണേ. എങ്ങനെ നൽകണം? എൻ്റെ പ്രണാമം സ്വീകരിച്ചു. പ്രണമത ഗോവിന്ദം. കുന്ദാഭാമലമന്ദസ്മേര സുധാനന്ദം സുഹൃദാനന്ദം. മൂന്നാമത്തെ ലക്ഷണം എന്താണ്? സുഹൃദാനന്ദം. സുഹൃദാനന്ദം എന്ന് വെച്ചാൽ സുഹൃത്തുക്കൾക്ക് ആനന്ദം നൽകുന്നവൻ എന്നാണ് അർത്ഥം. ലിറ്ററൽ മീനിങ് അതാണ്, സുഹൃത്തുക്കൾക്ക് ആനന്ദം നൽകുന്നവൻ. നമ്മളുടെ ഭാവന എന്തായിരിക്കണം? ഭഗവാനെ എനിക്ക് വേറെ ആരും സുഹൃത്തായിട്ടില്ല, അങ്ങാണ് എൻ്റെ ബെസ്റ്റ് 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 ഫ്രണ്ട്. ആ ഭാവന എനിക്ക് ഉണ്ടാക്കി തരണേ. അനേക സുഹൃത്തുക്കളുണ്ട്, അവർക്കൊക്കെ എനിക്ക് നൽകാൻ സാധിക്കുന്നതും എനിക്ക് അവർക്ക് നൽകാൻ സാധിക്കുന്നതും താൽക്കാലിക ആനന്ദമാണ്. ഞാൻ അത് നൽകിയും സ്വീകരിച്ചും മടുത്ത്. അതുകൊണ്ട് അല്ലയോ ഗോവിന്ദ, എൻ്റെ പ്രണാമം സ്വീകരിച്ചുകൊണ്ട് അങ്ങ് എൻ്റെ സുഹൃത്തായി എപ്പോഴും എന്നോട്. അതൊരു ധൈര്യമാണല്ലേ. നമുക്ക് രാത്രി 2 മണിക്ക് വിളിച്ചിട്ട് ഒരു 100 രൂപ ഗൂഗിൾ പേ ചെയ്ത് തരുമോ എന്ന് ചോദിക്കുന്ന അങ്ങനെ ഒരു സുഹൃത്തിനെ കിട്ടിയ ഭാഗ്യമാണ് അല്ലേ. അല്ല നമ്മൾ എന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് സഹായിക്കാൻ, നമ്മളുടെ സുഖത്തിലും ദുഃഖത്തിലും നമ്മളോടൊപ്പം ഉണ്ടാകുന്ന സുഹൃത്തുക്കളെ കിട്ടുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് വളരെ പ്രയാസമാണ്, വിരളവുമാണ്. അങ്ങനെ അല്ലേ. ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന നിങ്ങളുടെ കുട്ടികളോടോ പേരക്കുട്ടികളോടോ ചോദിച്ചാൽ അറിയാം, അവരുപയോഗിക്കുന്ന വാക്കുകളാണ് ഇതൊക്കെ. ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്. ആരോടാണോ ഫ്രണ്ടാകുന്നത് അല്ലെ ഫ്രണ്ട് റിക്വസ്റ്റ് കൊടുക്കുന്നത്, ഫ്രണ്ട് റിക്വസ്റ്റ് സ്വീകരിക്കുന്നത്, അതിൻ്റെ ബൈ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ വിത്ത് ബെനിഫിറ്റ്. എന്തെങ്കിലും എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാകണം എന്ന്. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് നമ്മളിത് പഠിക്കുന്നത്. എന്തായിരിക്കണം? ഭഗവാനെ എനിക്ക് വേറെ ഒരു ബെനിഫിറ്റും വേണ്ട, അങ്ങ് എപ്പോഴും എൻ്റെ സുഹൃത്തായി ഉണ്ടാകണേ എന്നുള്ള പ്രാർത്ഥന അല്ലേ. അതുണ്ടായ പിന്നെ രക്ഷപ്പെട്ടു. ആ സുഹൃത്തിൻ്റെ ഗുണം എന്തെന്ന് വെച്ചാൽ അവർ സുഖത്തിലും ദുഃഖത്തിലും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ ശരി ചെയ്താലും തെറ്റ് ചെയ്താലും നമ്മളെ അവർ ഉപേക്ഷിക്കില്ല. അതാണ് സുഹൃത്തിൻ്റെ ലക്ഷണം അല്ലേ. അത് ഭഗവാന്റെ തന്നെ കഥയെടുത്ത ഭഗവാന്റെ 2 സുഹൃത്തുക്കൾ പ്രധാനികളാരെ, ഒരുപാട് സുഹൃത്തുക്കൾ അത് വേറെ കാര്യം, ഗോപികളൊക്കെ അതെ. പ്രധാനികൾ നമ്മളെ എപ്പോഴും ഓർക്കുന്ന 2 പേരും, ഒന്ന് ദ്രൗപദിയും മറ്റൊന്ന് അർജുനനുമാണ് അല്ലേ. ഇവർ 2 പേരും 100% പെർഫെക്റ്റ് ഒന്നും അല്ലായിരുന്നു. അർജുനൻ അഹങ്കാരത്തിൻ്റെ കൊടുമുടിയും തലയിൽ വെച്ചാണ് നടന്നത് അല്ലേ. നല്ല യോദ്ധാവ് തന്നെ, എല്ലാം നല്ലത് തന്നെ, പക്ഷേ അഹങ്കാരിയായിരുന്നു അർജുനൻ. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ആ അഹങ്കാരത്തിന്, ആ ഗർവത്തിന് ഇല്ലാണ്ടാക്കിയത് അല്ലേ. പാശുപതാസ്ത്രം നേടി അതെടുത്തതും ഒരുപാട് ഇവിടെ തന്നെ ആയിക്കോട്ടെ, യുദ്ധഭൂമിയിൽ തന്നെ ആയിക്കോട്ടെ, അർജുനൻ കാണിച്ച അഹങ്കാരങ്ങൾ. പിന്നെ അർജുനൻ്റെ മറ്റൊരു സ്വഭാവം നല്ലതായിട്ട് കളിയാക്കുമായിരുന്നു ആളുകളെ. ഭഗവാനെ പോലും കളിയാക്കിയ സന്ദർഭങ്ങളുണ്ടായിരുന്നു. ഭീമനെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൗരവന്മാരെ ആയിക്കോട്ടെ, കർണനെ ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ കർണനെ കളിയാക്കിയത് അർജുനനായിരുന്നു അല്ലേ. പക്ഷേ ഈ നെഗറ്റിവിറ്റിയൊക്കെ അർജുനനുണ്ടായിട്ട് ഭഗവാൻ തൻ്റെ സുഹൃത്തിനെ ഉപേക്ഷിച്ചില്ല. അതുപോലെ തന്നെ ദ്രൗപദിയും സെൽഫിഷായിരുന്നു, ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞു അല്ലേ. നല്ലതൊക്കെ തന്നെ, പക്ഷേ അവർക്കും ഉണ്ടായിരുന്നു. നമുക്കെല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. എന്നുവെച്ചാൽ ഏറ്റവും പ്രണയം അർജുനനോട് മാത്രമായിരുന്നു. പക്ഷേ ഏറ്റവും ദ്രൗപദിയെ സ്നേഹിച്ചതും ദ്രൗപദി പറഞ്ഞൊക്കെ ചെയ്തു കൊടുത്ത ആളും ഭീമനായിരുന്നു. പക്ഷേ ഏറ്റവും അവജ്ഞ കാണിച്ചതും ഭീമനോടായിരുന്നു. പിന്നെ ഇവർ വന്നപ്പോൾ ദുര്യോധനാദികൾ വന്നില്ലേ, അവരുടെ ഹസ്തിനപുരി ഇത് കാണാനായിട്ട്, ഇന്ദ്രപ്രസ്ഥം കാണാനായിട്ട് വന്നപ്പോൾ ആ വെള്ളത്തിൽ വീഴുന്ന കഥയൊക്കെ ഇല്ലേ, ആ കഥയിലേക്കൊന്നും ഞാൻ പോയില്ല.
അപ്പോൾ കളിയാക്കി ചിരിച്ച ആളാണ് ദ്രൗപദി. അപ്പോഴാണ് ദുര്യോധന വലിയ അഹങ്കാരം, ഇവളുടെ ചിരിയൊന്നും മായ്ച്ചു കൊടുക്കണമെന്നുള്ള ആ ദൃഢനിശ്ചയം അവിടെ നിന്ന് ഉണ്ടായെന്നാണ് പറയുന്നത്. അതായത് ഭഗവാന്റെ ഏറ്റവും ഉത്തമ സുഹൃത്തുക്കളാണ്, പക്ഷെ ആ ദ്രൗപദിയെയും അവരുടെ പ്ലസും മൈനസും അംഗീകരിച്ച് ഏത് സന്ദർഭത്തിലും കൂടെ നിന്ന ആൾ ഭഗവാൻ തന്നെ. അപ്പോഴെന്ത് പറഞ്ഞാലും സുഹൃത്തെന്ന് പറഞ്ഞാൽ അതാണ്, നമ്മളുടെ നല്ലതിനെയും നല്ല വശത്തെയും ചീത്ത വശത്തെയും അംഗീകരിച്ചുകൊണ്ട് നമ്മളെ ഉപേക്ഷിക്കാത്തവനാണ് സുഹൃത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം. ഭഗവാനെ എനിക്കും ഉണ്ട്, ഇവരെക്കാളും ഈ കഥാപാത്രങ്ങളെക്കാളും എന്നിലും ഉണ്ട് ഒരുപാട് ന്യൂനതകൾ. അത് മാറ്റിക്കൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ അങ്ങ് എൻ്റെ സുഹൃത്തായിരിക്കണം. സുഹൃത്തെന്ന് പറഞ്ഞ് മറ്റൊരു ഗുണം എന്താണ്, നമ്മളെല്ലാം തുറന്നു പറയും. അപ്പോൾ ഭഗവാനെ അങ്ങ് എനിക്ക് സുഹൃത്തായിരുന്നാൽ എനിക്ക് എന്താണ് ഗുണം, ഞാൻ എൻ്റെ എല്ലാം തുറന്നു പറയും. തുറന്നു പറഞ്ഞാൽ എന്താണ്, എനിക്ക് തന്നെയാണ് ആശ്വാസം. ആ ഭാവം എന്നിൽ വളർത്തിയെടുക്കുവാനായി ഈ നാമത്തെ സ്വീകരിച്ചാലും അതിനായിക്കൊണ്ട് പ്രണമത ഗോവിന്ദം അല്ലേ, എനിക്ക് സുഹൃത്തായിരുന്നു കൊണ്ട്, എൻ്റെയും സുഹൃത്തായിരുന്നു കൊണ്ട് എനിക്ക് ആനന്ദത്തെ നൽകിയാലും അതാണ് സുഹൃദാനന്ദം പ്രണമത ഗോവിന്ദം. അടുത്ത 4ാമത്തെ ലക്ഷണം എന്താണ്, വന്ദ്യാശേഷ മഹാമുനി മാനസ വന്ദ്യാനന്ദ പദദ്വന്ദ്വം. വന്ദ്യാശേഷം, വന്ദ്യ അശേഷം, അവിടെ ലോകസന്ധ്യ ആ സൈലൻ്റാണ്. വന്ദ്യന്മാരെന്ന് വെച്ചാൽ മുനികളുടെ പര്യായമാണ്. വന്ദ്യാശേഷം എന്ന് വെച്ചാൽ എല്ലാ, അശേഷം എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി എന്നുള്ള അർത്ഥമാണ്. എല്ലാ മുനികളാലും വന്ദിക്കപ്പെടുന്നവനെ, വന്ദ്യ എന്ന് വെച്ചാൽ വന്ദിക്കുക, മഹാമുനി എന്ന് വെച്ചാൽ മഹാമുനികളാൽ. അത് ശുക്രാചാര്യായിക്കോട്ടെ, ദ്രോണാചാര്യായിക്കോട്ടെ, എത്ര മുനികളുടെ പേരാണോ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് അവരെല്ലാവരും, ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ളവരായിക്കോട്ടെ മുൻപുള്ളവരായിക്കോട്ടെ ഇനി അവതരിക്കാൻ പോകുന്ന മുനികളായിക്കോട്ടെ ആരുമായിക്കോട്ടെ, അവരൊക്കെ വന്ദിക്കുന്ന ഒരാളേ ഉള്ളൂ, അല്ലയോ ഗോവിന്ദ അത് അങ്ങാകുന്നു. അതാണ് വന്ദ്യാശേഷ മഹാമുനി. ആ വാക്കിൻ്റെ അർത്ഥം മഹാമുനി മാനസ വന്ദ്യാനന്ദ പദദ്വന്ദ്വം. അവരുടെ മാനസത്തിൽ, മാനസം എന്ന് വെച്ചാൽ ഹൃദയത്തിൽ, അവരെങ്ങനെയാണ് വന്ദിക്കുന്നത്, അങ്ങയുടെ പദദ്വന്ദ്വം. ദ്വന്ദ്വം എന്ന് വെച്ചാൽ രണ്ട്, പദം എന്ന് വെച്ചാൽ കാല്, പാദങ്ങൾ, അങ്ങയുടെ 2 പാദത്തെയും അവർ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അങ്ങയെ വന്ദിക്കുന്നത് അല്ലേ. വന്ദ്യാശേഷ മഹാമുനി മാനസ വന്ദ്യാനന്ദ പദദ്വന്ദ്വം. അല്ലയോ ഭഗവാനെ അങ്ങയുടെ ഈ ഇരുപാദങ്ങളും അവർ മനസ്സിൽ ഭാവന ചെയ്തുകൊണ്ട്, മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടാണ് മഹാമുനികൾ പോലും അങ്ങയെ വന്ദിക്കുന്നത്. ഇവിടെ മഹാമുനി എന്ന വാക്കാണ് ഇമ്പോർട്ടൻ്റ്. കാരണം അവർക്ക് ഭഗവാൻ വേറെയല്ല, അവർ വേറെയല്ല, സർവ്വചരാചരങ്ങളിലും അവർ ഈശ്വരനെ കാണുന്നു. പക്ഷേ അവരുടെ ഹൃദയത്തിലും അങ്ങയുടെ പാദത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. അവർ മാതൃക കാട്ടിത്തരികയാണ് മഹാത്മാക്കൾ, മഹാമുനികൾ. അവരും പൂജനം, അർച്ചനം, ദാസ്യം ഇത്യാദി ഭാവത്തോടുകൂടി അവർ മാതൃക കാട്ടിത്തരികയാണ്. അപ്പോൾ എനിക്കും അവരിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് എനിക്കും അങ്ങയുടെ പാദത്തെ മനസ്സിൽ പ്രണമിക്കുവാൻ അങ്ങ് തന്നെ, ഭഗവാന്റെ പാദം ചിന്തിക്കണേ പോലും ഭഗവാന്റെ സങ്കല്പമില്ലാണ്ട്, ഭഗവാന്റെ ഇച്ഛയില്ലാണ്ട്, ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാണ്ട് നമുക്ക് അതുപോലും ചിന്തിക്കാൻ സാധിക്കില്ല. ധ്യാനിക്കാൻ ഇരുന്ന് നോക്ക്, പാദത്തിന് പകരം നമ്മൾ ലോകകാര്യങ്ങളായിരിക്കും ധ്യാനിക്കുക, ചിന്തിക്കുക. ഭഗവാനെ അങ്ങയുടെ പാദം പോലും ചിന്തിക്കണേ, എനിക്ക് അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാകണം. അതിനായിക്കൊണ്ട് എൻ്റെ പൂർവികരായ മഹാത്മാക്കൾ കാണിച്ചു തന്ന പാതയിലൂടെ പോയിക്കൊണ്ട് എനിക്കും ആനന്ദത്തെ നേടിയെടുക്കുവാനായി ഞാൻ അങ്ങയെ പ്രണമിക്കുന്നു. എൻ്റെ പ്രണാമം സ്വീകരിച്ചാലും. വന്ദ്യാശേഷ ഗുണാബ്ധിം. വന്ദ്യ അശേഷ ഗുണാബ്ധിം എന്ന് വെച്ചാൽ ഗുണങ്ങളാൽ, അതാണ് വന്ദിക്കത്തക്ക. വന്ദ്യാശേഷം എന്ന് വെച്ചാൽ വന്ദിക്കത്തക്ക, എല്ലാ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും വന്ദിക്കത്തക്ക സകല ഗുണങ്ങളോടും കൂടിയവനെ.
ഞാനും അങ്ങയെ വന്ദിക്കുന്നു. അതാണ് വന്ദ്യാശേഷ ഗുണാപ്തി, ആരാധിക്കത്തക്ക സകല ഗുണസാഗരൻ എന്നാണ് വ്യാഖ്യാനത്തിൽ പറയുന്നത്. ആരാലും, അത് അസുരന്മാരായിക്കോട്ടെ, മനുഷ്യരായിക്കോട്ടെ, ശത്രു ആയിക്കോട്ടെ, മിത്രം ആയിക്കോട്ടെ, ആർക്ക് ആരാധിക്കണമെന്ന് തോന്നുവോ അവർക്ക് ആരാധിക്കാനായിട്ടുള്ള സർവഗുണസമ്പന്നനാണ് അങ്ങ്. അപ്പോൾ എനിക്കും ആ ഗുണങ്ങളെ ആരാധിക്കാനായി അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാകണേ. അതിനായിക്കൊണ്ട് പ്രണമത ഗോവിന്ദം. നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടെ ചൊല്ലാം. വൃന്ദാവന ഭുവി വൃന്ദാരഗഗണ വൃന്ദാരാധിത വന്ദ്യായാം കുന്ദാഭാമല മന്ദസ്മേര സുധാനന്ദം സുഹൃതാനന്ദം വന്ദ്യാശേഷ മഹാമുനിമാനസ വന്ദ്യാനന്ദപദധ്വന്ദം വന്ദ്യാശേഷ ഗുണാബ്ധിം പ്രണമത ഗോവിന്ദം പരമാനന്ദം. വൃന്ദാവന ഭുവി വൃന്ദാരഗഗണ വൃന്ദാരാധിത വന്ദ്യായാം കുന്ദാഭാമല മന്ദസ്മേര സുധാനന്ദം സുഹൃതാനന്ദം വന്ദ്യാശേഷ മഹാമുനിമാനസ വന്ദ്യാനന്ദപദധ്വന്ദം വന്ദ്യാശേഷ ഗുണാബ്ധിം പ്രണമദം ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ഇതോടുകൂടി ഗോവിന്ദാഷ്ടക സ്തോത്രം സമാപ്ത. നമുക്കതിൻ്റെ ഫലശ്രുതിയും കൂടെ നോക്കാം. അതോടെ കഴിഞ്ഞിട്ട് നമുക്ക് പിരിയാം. നാളെ മുതൽ അവധിയാണ്, അതുകൊണ്ട് നമുക്കതോടെ കാണാം. തിരക്കുള്ളവർ പൊക്കോളൂ, പിന്നീട് റെക്കോർഡിങ് കേട്ടാൽ മതി. അല്ലാത്തവർ കുറച്ച് സമയം കൂടി ഇരിക്കുക. ഫലശ്രുതി അല്ലേ, അതായത് ഈ സ്തോത്രം ആചാര്യസ്വാമികൾ പറയതിനാൽ അല്ലേ നമുക്കിത് കിട്ടിയത്. ആരാണോ ഭഗവാനെ പൂർണ്ണമായും പ്രണമിക്കുന്നത്, ആശ്രയിക്കുന്നത്, അവർക്ക് എന്ത് ഫലശ്രുതി ഫലമാണ് കിട്ടുക എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഫലശ്രുതി എന്ന ഭാഗം. അത് വേദങ്ങൾ മുതൽ സ്തോത്രകൃതികൾ വരെയുള്ള എല്ലാറ്റിലും അതുണ്ട്. എന്തിനു വേണ്ടി ഫലശ്രുതി പറയുന്നു എന്ന് വെച്ചാൽ നമ്മളുടെ കീഴ്വഴക്കം, അതായത് നമ്മുടെ സനാതന ധർമ്മ പഠന പദ്ധതി ഫലശ്രുതികൾ പറഞ്ഞുകൊണ്ടാണ്. അതായത് സാധകനെ ഫലശ്രുതി കാണിച്ചുകൊണ്ട് നമ്മളെ ഇതിലേക്ക് പ്രചോദിതരാക്കാൻ വേണ്ടി. ഫലശ്രുതിഹ ഏവ പ്രചോദിതമാണ്, അതായത് നമ്മളെ നമുക്കൊരു ഇൻസ്പിറേഷൻ എന്ന് പറയില്ലേ. അപ്പം നമ്മളൊക്കെ ആരും വളരെ വളരെ ഉത്തമരൊന്നുമല്ല. അപ്പം നമ്മൾ ഈ സ്തോത്രം പഠിക്കുമ്പോഴും മറ്റേ കൃതികളൊക്കെ പഠിക്കുമ്പോൾ നമ്മളുടെ അധികാരത്തിൻ്റെ തോത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും പ്രചോദനം നൽകിക്കൊണ്ട് എനിക്കും ഈ നിങ്ങൾ ഈ ബക്രി ആടിനെ കണ്ടിട്ടില്ല, ആട്ടിൻകുട്ടീനെയൊക്കെ വളർത്തുക അങ്ങനെയാണ്. അവർക്ക് ഈ നല്ല പഴുത്ത പ്ലാവില കാണിക്കും. എന്താണ് അതിന് സന്തോഷമാണ് അല്ലേ. അതുപോലെയാണ് നമ്മളെയും പഴുത്ത പ്ലാവില കാണിക്കുകയാണ്. നമുക്ക് എന്താണ് അയ്യോ സന്തോഷമായി. അതുപോലെ അപ്പോൾ എന്താണ് ആ യജമാനെ വിട്ട് ആട്ടിൻകുട്ടി പോവില്ല. അതുപോലെ നമ്മൾ എന്താണ് ഒരു തലം എത്തുന്നത് വരെ, ഉത്തമാധികാരിയായ പിന്നെ ഫലത്തിൻ്റെ ഒന്നും കാര്യമില്ല. അവിടെ എത്തുന്നത് വരെ നമ്മളെ ഉത്തമത്തിലേക്ക് നയിക്കുവാനായിട്ട് നൽകുന്ന പ്രചോദനാത്മക ശ്ലോകമാണ് ഫലശ്രുതി. അപ്പം ഫലശ്രുതി നമുക്ക് നോക്കേണ്ടത് ഗോവിന്ദാഷ്ടകമേതദീതേ ഗോവിന്ദാർപ്പിത ചേതായ. ആരാണോ ഗോവിന്ദാഷ്ടകം എന്ന ഈ 8 ശ്ലോകങ്ങളോട് കൂടിയ ഈ അഷ്ടകം ഇതിനെ അതീതേ എന്ന് വെച്ചാൽ പഠിക്കുന്നത്, അധീത്യം ചെയ്യുന്നത്, കൈവശമാക്കുന്നത് അല്ല നേടിയെടുക്കുന്നത്, ഈ ശ്ലോകത്തെ പഠിച്ചുകൊണ്ട് ഇതിൻ്റെ അർത്ഥത്തെ ഗ്രഹിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട്
പ്രണമിക്കുന്നത് അവർക്ക് എന്താണ്? ഗോവിന്ദാർപ്പിത ചേതായ, ഗോവിന്ദനിൽ അർപ്പിച്ച ചേതം. ചേതം എന്ന് വെച്ചാൽ മനസ്സിനെ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് വേണം ഇത് പഠിക്കേണ്ടത്. ഒറ്റ അടിയാണ് തലക്കിട്ട് ആചാര്യസ്വാമികൾ. വെറുതെ പഠിച്ചാൽ കിട്ടൂല അല്ലേ? ഒന്നും വെറുതെ കിട്ടില്ല ലോകത്തല്ലേ? ഇവിടെ എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്? നമ്മളുടെ പൂർണ്ണ മനസ്സ്. ആ മനസ്സോടുകൂടി ആരാണോ അർപ്പിത മനസ്സോടുകൂടി, അർപ്പിതം എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ്, ഭഗവാനെ പൂർണ്ണ ആശ്രയത്തോടുകൂടി ആരാണോ ഇത് പഠിക്കുന്നത് അവർക്ക് എന്താണ്? പിന്നെ ഭഗവാന്റെ ലക്ഷണങ്ങൾ പറയുകയാണ്. ഗോവിന്ദ, അച്യുത, മാധവ, കൃഷ്ണ, ഗോകുലനായക, കൃഷ്ണ ഇതി. അതായത് ഓരോ പേരുകൾ ഭഗവാനെ, ഇതൊക്കെ നമ്മൾ കണ്ടത് തന്നെയാണ്, അല്ലെങ്കിൽ അറിയാവുന്നത് തന്നെയാണ്. ഈ പേരുകൾ വിളിക്കുകയാണ്. അല്ലയോ ഭഗവാനെ, മാധവ, വിഷ്ണു, കൃഷ്ണ ഇത്യാദി ഇത്യാദി പേരുകൾ വിളിച്ചുകൊണ്ട് പറയുകയാണ്. എന്താണ്? ഗോവിന്ദ ആംഘ്രി. അംഘ്രി എന്ന് വെച്ചാൽ പാദം, ഫീറ്റ്, അതിനാണ് അംഘ്രി എന്ന് പറയും. ഗോവിന്ദാംഘ്രി എന്ന് വെച്ചാൽ ഗോവിന്ദൻ്റെ പാദം. എങ്ങനെയുള്ളതാണ്? സരോജധ്യാനം. ഭഗവാനെ, ഈ ഗോവിന്ദനെ ധ്യാനിക്കേണ്ടത് ഭഗവാന്റെ പാദത്തെ, സരോജം. സരോജം എന്ന് വെച്ചാൽ പത്മം, താമര. ആ പാദപത്മങ്ങളെ നിങ്ങൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭാവന ചെയ്തുകൊണ്ട് വേണം ഇത് പഠിക്കാൻ. നമ്മൾ വെറുതെ ഈ വലിയ ട്യൂണിൽ ശ്രുതിപ്പട്ടിയൊക്കെ വെച്ച്, ഹാർമോണിയൊക്കെ വെച്ച്, തബലയൊക്കെ വെച്ച് വേണം നമ്മൾ ചൊല്ലും. അതുകൊണ്ട് പരമാനന്ദം കിട്ടില്ല. മറ്റു പല ലോക അംഗീകാരങ്ങളും കിട്ടുമായിരിക്കും. പക്ഷേ ആർക്കാണോ എല്ലാ ശ്ലോകത്തിൻ്റെ അവസാനം ആചാര്യസ്വാമികൾ പറഞ്ഞ് ഫലശ്രുതി വേണ്ടത്, അവർ ഭഗവാന്റെ പാദത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് പഠിക്ക വേണം. അങ്ങനെയുള്ളവർക്ക് എന്താണ്? സുധാജല ധൗത സമസ്ത അഘോ. അഘോ എന്ന് വെച്ചാൽ പാപങ്ങൾ, സിൻസില്ല. അതിനാണ് എല്ലാ പാപങ്ങളും ഭഗവാൻ എന്ത് ചെയ്തു? ധൗതം എന്ന് വെച്ചാൽ കഴുകിക്കളയുക. ഭഗവാൻ എന്താണ്? ആരാണോ ഭഗവാന്റെ പാദത്തെ ആശ്രയിക്കുന്നത്, ഭഗവാൻ ആശ്രയിക്കുന്നവർക്ക് നൽകുന്ന ഫലം എന്താണ്? അവരുടെ ഇഹജന്മനി പൂർവജന്മനി എല്ലാ പാപങ്ങളും ഭഗവാൻ തന്നെ കഴുകിക്കളയും. അങ്ങനെയുള്ള വെള്ളത്തിൽ, സുധാജലത്തിൽ, സുധം എന്ന് വെച്ചാൽ അമൃതം, നെക്ടർ. ഭഗവാൻ അമൃതജലം കൊണ്ട് എങ്ങനെയാണോ ദേവതകളെ സഹായിച്ചത്, അമൃതകുംഭമായിട്ട് വന്ന്, അല്ലെങ്കിൽ ധന്വന്തരിയായിട്ട് വന്ന്, ഏത് രൂപത്തിലും ഭഗവാൻ വന്നത്, അതുപോലെ ആരാണോ ഭഗവാനെ പൂർണ്ണമായി ആശ്രയിക്കുന്നത് അവരുടെ സർവ്വപാപങ്ങളും കഴുകി, വെറുതെ കഴുകിക്കളയില്ല, അമൃതജലത്തിൽ കഴുകിക്കളയുമെന്ന് വെച്ചാൽ, അതായത് ഇനി അവർക്കൊരു ജന്മം ഉണ്ടാവില്ല. അതാണ് അമൃതം എന്ന വാക്കിൻ്റെ അർത്ഥം. എന്താ? ഇമ്മോർട്ടൽ. അവർക്കിനി ഒരു ശരീരപ്രാപ്തി ഉണ്ടാവില്ല. അതുകൊണ്ട് ദയവായിട്ട് ഗോവിന്ദം പരമാനന്ദാമൃതം അന്തസ്ഥം എന്ന് വെച്ചാൽ ഹൃദയത്തിൽ, അല്ലെ ഈ ഗോവിന്ദനെ നിങ്ങൾ പരമാനന്ദദായകനാകുന്ന ഈ ഗോവിന്ദനെ ദയവായി നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ, അന്തസ്ഥം ഹൃദയത്തിൻ്റെ ഉള്ളിൽ, സഹ എന്ന് വെച്ചാൽ ആരാണോ പഠിക്കുന്നത്, സഹ സാധക. നമ്മൾ പലയിടത്തും സഹ കാണുന്നതാണ്. അന്തസ്ഥ അഭ്യേദി എന്ന് വെച്ചാൽ ടു അറ്റൈൻ, അവർ ഗോവിന്ദനെ തന്നെ പ്രാപിക്കും അല്ലേ? ഒന്നുകൂടെ പറയാം. ആരാണോ ഇത് ഗോവിന്ദാഷ്ടകം പഠിക്കുന്നത് പൂർണ്ണ മനസ്സോടുകൂടി, ഗോവിന്ദൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞു, ഈ ലക്ഷണങ്ങളെ മനസ്സിൽ ഭാവന ചെയ്തുകൊണ്ട് ഭഗവാന്റെ ആ പാദപത്മത്തെ ആരാശ്രയിക്കുന്നോ അവർക്ക് പരമാനന്ദം എന്ന ഫലം, അവരുടെ സർവ്വപാപങ്ങളെയും ഭഗവാൻ ഇല്ലാണ്ടാക്കി തരും. നമ്മളെ സാധന ചതുഷ്ടയ സമ്പന്നരാക്കുകയാണ് ആചാര്യസ്വാമികൾ ഇവിടെ ചെയ്യുന്നത് അല്ലേ? നമ്മൾക്ക് സാധനയ്ക്ക് വിഘ്നമായി നിൽക്കുന്നത് നമ്മുടെ ഈ ജന്മവും പൂർവ്വജന്മവുമായ പ്രാരബ്ധമാണ് വിഘ്നങ്ങളായി വരുന്നത്. അപ്പോൾ ഈ ഉപാസനയിലൂടെ ആര് ഭഗവാനെ ആശ്രയിക്കുന്നു, ഗോവിന്ദാഷ്ടക സ്തോത്രം എന്ന ഉപാസനയിലൂടെ ആര് ഭഗവാനെ ആശ്രയിക്കുന്നു, അവരുടെ
സാധനാ വിഘ്ന നിവാരണാർത്ഥം ഇഹ ശ്ലോക പഠഃ. ഈ ശ്ലോകം പഠിക്കൂ, അല്ലെ ഈ സ്തോത്രം പഠിക്കൂ എന്ന് ആചാര്യസ്വാമികൾ പറയുകയാണ്. അപ്പം ഈ സ്തോത്ര പഠനം കൊണ്ട് എന്താണ്? ഒന്നാമത്തെ ഫലം സർവപാപനാശം, രണ്ടാമത്തെ ഫലം അമൃതത്വമേതി, അമൃതം, ജീവൻ മുക്തി എന്ന ഫലം. പക്ഷെ നമ്മൾ ഒരു കാര്യം ചെയ്യണം, പ്രണമിക്കണം. ശിരസ് കൊണ്ടല്ല, മനസ്സുകൊണ്ട് പ്രണമിക്കണം. അത് മാത്രമേ പറയുന്നുള്ളൂ, എല്ലാ ശ്ലോകത്തിലും ആവർത്തിക്കുന്നുള്ളൂ. നമുക്കൊന്ന് ചൊല്ലാത്. ഗോവിന്ദാഷ്ടകമേതദീദേ ഗോവിന്ദാർപ്പിത ചേതായോ. ചേതായോ എന്നും പറയും, ചേതായഹ എന്നും പറയും കേട്ടോ. രണ്ടും ശരി തന്നെയാണ്. നമുക്ക് രണ്ടും ചൊല്ലാം. ഗോവിന്ദാഷ്ടകമേതദീദേ ഗോവിന്ദാർപ്പിത ചേതായോ. അല്ലെങ്കിൽ ഗോവിന്ദാഷ്ടകമേതദീദേ ഗോവിന്ദാർപ്പിത ചേതായഃ. ഗോവിന്ദാച്യുത മാധവ വിഷ്ണു ഗോകുലനായക കൃഷ്ണേതി. ഗോവിന്ദാച്യുത മാധവ വിഷ്ണു ഗോകുലനായക കൃഷ്ണേതി. ഗോവിന്ദാഘ്രി സരോജധ്യാന സുധാജലധൗത സമസ്താഘോ. ഗോവിന്ദാഘ്രി സരോജധ്യാന സുധാജലധൗത സമസ്താഘോ. ഗോവിന്ദം പരമാനന്ദാമൃതം അന്തസ്തം സമഭഭ്യേതി. ഗോവിന്ദം പരമാനന്ദാമൃതം അന്തസ്തം സമഭഭ്യേതി. സം അഭ്യേതി, അതായത് അവർ അടയും. എന്തിനെ? ആരാണോ ഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഭഗവാനെ സുഹൃത്തായി സർവവുമായി ആരാധിക്കുന്നത്, അവരുടെ സർവപാപവും ഭഗവാൻ ദൂരീകരിക്കും. ഇത് സത്യം 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 എന്ന് ആചാര്യസ്വാമികൾ പറയുകയാണ്. അപ്പോൾ നമ്മൾക്കും നമ്മളാൽ കഴിയും വിധം ഇത് പഠിക്കാൻ ശ്രമിക്കാം. അല്ലേ? നമുക്ക് ഒന്നിച്ച് ഒന്നുകൂടെ ചൊല്ലാൻ. തിരക്കുള്ളവർ ദയവായി പൊക്കോളൂ, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ചൊല്ലിയാൽ മതി. ഞാൻ എന്തായാലും ആദ്യം മുതൽ നമ്മൾ ഇടയ്ക്കും ഗോവിന്ദം ഭജ ചൊല്ലുന്നില്ല, ഒരുമിച്ച് ശ്ലോകം ചൊല്ലുകയാണ്. എന്നിട്ട് ഫലശ്രുതിയും ചൊല്ലി അവസാനിപ്പിക്കാം. ഇനി നാളെ മുതൽ അവധിയാണ്. നാളെ ബുധനാഴ്ചയല്ലേ? അല്ല, നാളെ വ്യാഴാഴ്ച. വ്യാഴം, വെള്ളി, ശനി, ഞായർ 4 ദിവസം വീണ്ടും അവധി. തിങ്കളാഴ്ച മുതൽ നമുക്ക് ബൃഹദാരണ്യ ഉപനിഷത്ത് പഠിക്കാം. അല്ലേ? അപ്പോൾ എല്ലാവരും മാനസികമായും ശാരീരികമായും തയ്യാറായിരിക്കുക ബൃഹദാരണ്യത്തിലേക്ക് കടക്കുവാനായിട്ട്. യാജ്ഞവൽക്യ മഹർഷിയുടെ ഗുരുപരമ്പരയുടെയും നന്നായിട്ട് പാദത്തിൽ ആശ്രയിക്കുക. ഞാൻ ഗ്രൂപ്പിലിടാം. നന്നായിട്ട് സാധനം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പിന്നെ നല്ല ക്ഷമയുള്ളവർ മാത്രമേ വരാവുള്ളൂ. ഞാൻ സ്നേഹം കൊണ്ട് പറയുകയാണ്, ക്ഷമയില്ലാത്തവർക്ക് പറ്റുന്നതല്ല. നിങ്ങൾ വേറെ ഇതൊരു അഹങ്കാരമായിട്ടോ ഒന്നും എടുക്കരുത്. സ്നേഹം കൊണ്ട് ഞാൻ പറയുകയാണ്. നല്ല ക്ഷമ വേണം. 1 വർഷത്തിലധികം ഇത് കേൾക്കുവാൻ, ബോറടിക്കാതെ കേൾക്കുവാനുള്ള ക്ഷമ വേണം. അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രമേ പങ്കെടുക്കാവുള്ളൂ. അല്ലാത്തവർ ഒരു പ്രശ്നവുമില്ല. അപ്പം ആത്മപരിശോധന 4 ദിവസം കൊണ്ട് ആത്മപരിശോധന നടത്തുക. ഇഫ് ഐ എം റെഡി ടു ഡു, അല്ല ഞാൻ അതിന് തയ്യാറാണോ, ഞാൻ ബൃഹദാരണ്യകം എന്ന സാഗരത്തിലേക്ക് ഊളിയിട്ടിറങ്ങാൻ ഞാൻ തയ്യാറാണോ, ഇല്ലെങ്കിൽ ഭഗവാനെ എന്നെ തയ്യാറാപ്പിക്കണേ എന്നുള്ള സങ്കല്പം നന്നായിട്ടുണ്ടാകണം. നിങ്ങൾ എല്ലാ ദിവസവും സാധന ചെയ്യുന്നുണ്ട്, അതെനിക്കറിയാം. പക്ഷേ ഇന്ന് മുതൽ ഒരു 2 മിനിറ്റ് ബൃഹദാരണ്യകം എന്ന ശ്രവണം എനിക്ക് നടത്തുവാൻ സങ്കല്പമിടുക. അങ്ങനെയുള്ളവർക്ക് പറ്റുള്ളൂ. ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ്. അങ്ങനെയുള്ളവർക്ക് പറ്റുള്ളൂ. അല്ല, നമുക്ക് ഒരുപാട് വിഘ്നങ്ങൾ വരും. അതുകൊണ്ട് അതില്ലാണ്ടാക്കാനായിട്ട് വാത്സല്യത്തോടെയും സ്നേഹത്തോടെയും
അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന നന്നായിട്ടുണ്ടാകണം. ഓക്കെ, തിരക്കുള്ളവർ പൊക്കോളൂ. നമുക്ക് തിങ്കളാഴ്ച കാണാം. ഒന്നുകൂടെ ചൊല്ലാം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. സത്യം ജ്ഞാനമനന്തം നിത്യമനാകാശം പരമാകാശം. ഗോഷ്ടപ്രാങ്കണരിംഗണലോലമനായാസം പരമായാസം. മായാകൽപ്പിതനാനാകാരമനാകാരം ഭുവനാകാരം. സ്നാമാനാഥമനാഥം പ്രണമത ഗോവിന്ദം പരമാനന്ദം. മൃത്സ്നാമത്സീഹീതി യശോദാത്താടനശൈശവസന്ദ്രാസം. വ്യാധിതവക്ത്രാലോകിതലോക ലോകചതുർദശലോകാലിം. ലോകത്രയപുരമൂലസ്തംഭം ലോകാലോകമനാലോകം. ലോകേശം പരമേശം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ത്രൈവിഷ്ടപരിപുവീരക്നം ക്ഷിധിഭാരക്നം ഭവരോഗക്രം. കൈവല്യം നവനീതാഹാരമനാഹാരം ഭുവനാഹാരം. വൈമല്യസ്ഫുടചേതോ വൃത്തിവിശേഷാഭാസമനാഭാസം. ശൈവം കേവലശാന്തം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഗോപാലം ഭൂലീലാവിഗ്രഹ ഗോപാലം കുലഗോപാലം. ഗോപീഖേളന ഗോവർദ്ധന ധൃതി ലീലാലാളിത ഗോപാലം. ഗോഭിർനിഗദിത ഗോവിന്ദ സ്ഫുടനാമാനം ബഹുനാമാനം. ഗോപീഗോചരദൂരം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഗോപീമണ്ഡലഗോഷ്ഠീഭേദം ഭേദാവസ്തമഭേദാഭം. ശശ്വദ്ഗോഘുരനിർദൂതോത്കള ധൂളീധൂസരസൗഭാഗ്യം. ശ്രദ്ധാഭക്തിഗൃഹീതാനന്ദം അചിന്യം ചിന്തിതസദ്ഭാവം. ചിന്താമണിമഹിമാനം പ്രണമത ഗോവിന്ദം പരമാനന്ദം. സ്നാനവ്യാകുലയോഷിത്വസ്ത്രം ഉപാദായാഗമുപാരൂഢം. വ്യാധിസ്യന്ദീരധദിഗ്വസ്ത്ര ഉപായാതും ഉപാകർഷന്തം. നിർധൂതദ്വയശോകവിമോഹം ബുദ്ധം ബുദ്ധേരന്തസ്തം. സത്താമാത്രശരീരം പ്രണമതം ഗോവിന്ദം പരമാനന്ദം. കാന്തം കാരണകാരണമാദിമനാദിം കാലമനാഭാസം. കാളിന്ദീഗത കാളിയ ശിരസി സുനൃത്യന്തം മുഹുരത്യന്തം. കാലം കാലകലാതീതം കലിതാശേഷം കലിദോഷഘ്നം. കാലത്രയഗതിഹേതും പ്രണമത ഗോവിന്ദം പരമാനന്ദം. വൃന്ദാവനഭുവി വൃന്ദാരഗഗണ വൃന്ദാരാധിത വന്ദ്യായ. കുന്ദാഭാമലമന്ദസ്മേരസുധാനന്ദം സുഹൃദാനന്ദം. വന്ദ്യാശേഷമഹാമുനിമാനസ വന്ദ്യാനന്ദപദദ്വന്ദ്വം. വന്ദ്യാശേഷഗുണാബ്ധിം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദാഷ്ടകമേ ദദീദേ ഗോവിന്ദാർപ്പിതചേതായോ. ഗോവിന്ദാർപ്പിതചേതായോ
ഗോവിന്ദാച്യുത മാധവ വിഷ്ണു ഗോകുലനായക കൃഷ്ണേതി ഗോവിന്ദാംഘ്രി സരോജധ്യാന സുധാജലധൗത സമസ്താഘോ ഗോവിന്ദം പരമാനന്ദാമൃത അന്തസ്തം സമഭപ്പേതി ഗോവിന്ദാഷ്ടകമേതദീദേ ഗോവിന്ദാർപ്പിതചേതായോ ഗോവിന്ദാച്യുത മാധവ വിഷ്ണു ഗോകുലനായക കൃഷ്ണേതി ഗോവിന്ദാംഘ്രി സരോജധ്യാന സുധാജലധൗത സമസ്താഘോ ഗോവിന്ദം പരമാനന്ദാമൃതം അന്തസ്തം സമഭപ്പേതി ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗീതാ ജയന്തി ആശംസകൾ. നമുക്ക് ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം അവസാനിപ്പിക്കുക. ഇന്ന് ഭഗവാന്റെ കൃപ കൊണ്ടാണ് ഇന്ന് ഗോവിന്ദാഷ്ടകവും നമുക്ക് പഠിക്കാൻ സാധിച്ചത്, അവസാനിപ്പിക്കാൻ സാധിച്ചത്. നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യഃ മോക്ഷയിച്ഛാമി ശുചഃ. എല്ലാവർക്കും ഹരിയോ. നമുക്ക് തിങ്കളാഴ്ച കാണാം. നമോ നാരായണ.